നോറയ്ക്ക് കരയാനായിട്ട് ഓരോരോ കാരണങ്ങൾ, എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി നോറയ്ക്ക് കരയാനെന്ന് നമുക്കറിയാലോ. എന്തായാലും ഇന്ന് നോറയ്ക്ക് കിട്ടിയ കാരണം അവിടെ റസ്മിനുമായി അടികൂടിയതാണ്. റസ്മിനുമായി അടികൂടിയതിന് അവിടെ നോറ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട്. സത്യത്തിൽ ഈ നോറയ്ക്ക് എന്തിൻ്റെ കേടാണെന്ന് തോന്നിപ്പോയി. സീരിയസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വഴക്കുകൾ, ഇന്നലെ ബാത്റൂം ഇഷ്യൂ ഉണ്ടായി, ഇന്ന് അവിടെ എല്ലാവരും കൂടി നോറയെ പ്രാങ്കാക്കാൻ നോക്കി, അപ്പോഴൊന്നും മൈൻഡ് ചെയ്യാതെ ഒന്നും വില വെക്കാതെ നിന്നിരുന്ന നോറ ഇന്നവിടെ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ആ കിച്ചണിൽ പോയി പണിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ റസ്മിൻ പറഞ്ഞു, അവൾ പണിയെടുക്കാൻ പോയല്ലോ, ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ജാസ്മിനെ റസ്മിൻ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടാണ് നോറ അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നത്. ഫുഡ് പോലും പവർ റൂമിലാണ് കൊണ്ടു കൊടുത്തത്. കണ്ണാടിക്ക് മുന്നിലിരുന്നുകൊണ്ട് കണ്ണാടിയും കരഞ്ഞുകൊണ്ട് അവിടെ ക്യാമറ നോക്കിയിരിക്കുന്ന നോറയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നിപ്പോയി. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ റസ്മിനെ കയറി ശപിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. റസ്മിൻ, ഇനി നീ ഗതി പിടിക്കത്തില്ല, നീ ഗുണം പിടിക്കത്തില്ല, അവളെ നീ സപ്പോർട്ട് ചെയ്തതിനെ എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ അവിടെ പ്രശ്നം നിലനിൽക്കുന്നത് നോറയും ജാസ്മിനും തമ്മിലാണ്. നോറയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു മത്സരത്തിനിടയിൽ റസ്മിനെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവിടെ റസ്മിൻ്റെ അടുത്ത് നീ എൻ്റെ കൂടെയേ നിൽക്കാവൂ, അവളുടെ കൂടെ നിൽക്കരുത്, അവളെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയാനായിട്ട് നോറയ്ക്ക് യാതൊരു അവകാശവും അവിടെ ഇല്ല. അവിടെ റസ്മിൻ എന്ന് പറയുന്ന അവർ രണ്ടുപേരെയും കോമൺ ഫ്രണ്ടാണ്. അപ്പോൾ രണ്ടുപേരുടെ കൂടെയും ചിലപ്പോൾ റസ്മിൻ നിന്നെന്ന് വരും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നീ എൻ്റെ കൂടെ നിൽക്കാൻ പാടുള്ളൂ, നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നീ ഗതി പിടിക്കില്ല എന്ന് നോറ അവിടെ പറഞ്ഞപ്പോഴേ നോറയുടെ വില പോയി. എന്നിട്ട് അതിനുശേഷം നിന്നോട് എനിക്ക് അറപ്പാണ്, വെറുപ്പാണ് എന്നൊക്കെ റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് അവിടെ ഇരുന്ന് ഈ കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നത്. സത്യത്തിൽ എനിക്ക് റസ്മിൻ്റെ അടുത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് സ്നേഹമുണ്ടായിട്ട് പറഞ്ഞതല്ല. റസ്മിൻ ചെയ്യുന്നത് കൃത്യമായിട്ട് ജാസ്മിൻ്റെ അടുത്തോ നോറയുടെ അടുത്തോ സംസാരിക്കാനായിട്ട് കഴിയാതെ നിൽക്കുന്ന റസ്മിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും നോറയാണെന്നുണ്ടെങ്കിലും ക്ലിയർ കട്ടായിട്ട് അവിടെ റസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ അടുത്തും കൃത്യമായിട്ട് സംസാരിക്കാനായിട്ട് റസ്മിൻ അവിടെ സാധിക്കുന്നില്ല. അക്കാര്യത്തിൽ റസ്മിൻ വമ്പൻ പരാജയമാണെന്നാണ് എനിക്ക് തോന്നിയത്. മുഖത്ത് നോക്കി കാര്യങ്ങൾ കൃത്യതയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള കഴിവ് അവിടെ റസ്മിൻ ഇല്ലാതെ പോയതാണ് റസ്മിൻ്റെ കുഴപ്പം. നോറയുടെ അടുത്താണെങ്കിലും അടിമയെ പോലെ നിൽക്കും, ജാസ്മിൻ്റെ അടുത്താണെങ്കിലും ഒന്നും തിരിച്ചു പറയാതെ മിണ്ടാതെ തലകുമ്പിട്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റസ്മിൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതും. അല്ല, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നോറ കണ്ണാടിയുടെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് അവിടെ ഫുഡ് മുന്നിൽ വെച്ചുകൊണ്ട് കരഞ്ഞ് ക്യാമറ നോക്കിയിരിക്കുന്ന നോറയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ കഷ്ടം തോന്നിപ്പോയി.